എന്താ പറയണെന്ന് അറിയില്ല. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, കഴിഞ്ഞു പോകുന്നതിന്റെ സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഈ 13 ഡേയ്സും 13th ഡേ ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇതെന്ത് എല്ലാവരും പറയും ലാസ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. പക്ഷെ സാറ് വന്നപ്പോൾ ട്രാക്ക് മാറി. കാരണം ഇത്രയും ദിവസം നമ്മൾ വളരെ 2 ഡേയ്സിൽ സീരിയസ്ലി ഇപ്പൊ ഇവിടെ വന്നൊരു ഡാൻസ് കളിക്കാന്ന് പറയുന്നത് ഞാൻ ഇത്രയും ദിവസം നിന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ്. ഇവിടെ പലതരം മുഖങ്ങളൊക്കെ കണ്ടു. എന്താ പറയുന്നത്? കാരണം ഞാൻ എനിക്ക് സംബന്ധിച്ച് ഇവിടെ വന്ന് ഇന്നിനിപ്പോ ഒരു പാട്ട് പാടാൻ വന്നു ഞാൻ ചോക്കി ഇനി ഒരാള് അടുത്ത പാട്ട് പാടാൻ ഞാൻ ഇല്ലെങ്കിൽ ഗ്രൂപ്പിന് എന്തെങ്കിലും കുത്തം പോയി പാടാം. ആ ഒരു ധൈര്യം ഇന്ന ഈ 2 ദിവസം ഈ 13 ദിവസം കിട്ടാത്ത ധൈര്യം കിട്ടിയിട്ടുണ്ട്. സാറ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും വന്ന ഫാക്കൽറ്റീസ് ഒന്നും മോശമാണെന്ന് ഒന്നും അല്ല പറയുന്നത്. പക്ഷെ സാറിന് നിർത്തിയാൽ മതി. കാരണം ഇത്രയും പ്രോപ്പർട്ടീസും കാര്യങ്ങളും അത് ഇത്രയും കോർഡിനേറ്റ് ചെയ്ത് ഓരോ സെക്കൻഡിൽ എങ്ങനെ കണക്ട് ചെയ്യണം സാർ എവിടെ നമ്മളോട് പറഞ്ഞു തരുന്നതിലും പെട്ടെന്ന് നമുക്ക് ഓക്കെ അത് ആ ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പൊ സാർ അത്രയും പ്രിപ്പയർ ചെയ്ത് ഇത്രയും പ്രോപ്പർട്ടീസ് ആയിട്ട് വന്ന് എന്നിട്ട് നമ്മളെ ഇപ്പൊ ഈ സ്മൈലീസിന്റെ കാര്യങ്ങളായാലും പോയിന്റ് ആയാലും ഓക്കെ പോയിന്റ് കിട്ടണം. അപ്പം എന്റെ ടീമിന് ആരും എണീക്കുന്നില്ല ഓക്കെ ഞാൻ എണീക്കാം എന്നുള്ളത് എല്ലാവർക്കും ഞാൻ സർജറിയൊക്കെ ശ്രദ്ധിക്കായിരുന്നു. അവളൊക്കെ ആദ്യം വന്നതൊക്കെ ഒന്നും ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഇന്ന് അങ്ങനെയായിട്ട് ഡാൻസ് കളിച്ചപ്പോൾ ഒക്കെ അവളൊക്കെ എത്ര ഇതായി എത്ര എക്സ്പോഷർ ആയി എന്ന് മനസ്സിലായി. സോ ഫെന്റാസ്റ്റിക് ആയിരുന്നു ആൻഡ് താങ്ക് യു സോ മച്ച്. കഴിയാണ് പരിപാടികളൊക്കെ എല്ലാവരായിട്ടും പുതിയ പോലൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. വീട്ടിൽ പോലും കയറി അപ്പൊ എന്താ 2 ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പം അവിടെ 13 ഡേ ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരുമാതിരി എല്ലാവരും വിഷമാവും ഇങ്ങനെയാണ് ഓണുള്ള 2 ദിവസമായിരുന്നു. അപ്പൊ ആ എനർജിയെ മൊത്തം മാറിയുടെ എല്ലാവരും ഓണായി എന്താ കുമ്മയൊക്കെ ഡാൻസ് ഓണാവാത്ത ആൾക്കാരൊക്കെ എല്ലാവരും വരുന്നു പോകുന്ന പരിപാടി ഇനിഷ്യേറ്റീവ്സ് ഒക്കെ അങ്ങനെ ചാടി അടിക്കുന്നു പരിപാടി അടിപൊളിയായിരുന്നു 2 ദിവസം. പിന്നെ ഇപ്പൊ രാവിലത്തെ ഷോർട്ട് ഡാൻസിന്റെ സാർ രാവിലെ എടുത്തു. അത് ഓൾറെഡി ഒന്ന് എടുത്ത് പറഞ്ഞ പോയിന്റാണ്. പക്ഷെ എന്താ പറയുക ഇന്നാണ് ഇപ്പൊ പക്ക. സോ എന്താണ് എങ്ങനെയാണ് നോക്കേണ്ടത് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് പുള്ളി ഭയങ്കര ഇഷ്ടമായിട്ടോ. പുള്ളി ഞാൻ രാത്രിയൊക്കെ വിളിച്ച് എന്തൊക്കെ ടോപ്പിക് എടുത്തു അജ്മന്റെ ഫോണെ വിളിച്ച് സോ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് എന്തൊക്കെ ടോപ്പിക് എടുത്തു രാവിലെ സോ അതിന്റെ എല്ലാം ഭയങ്കര എവിഡന്റ് ആയിരുന്നു. ഇവിടെ എങ്ങനെയാണ് അച്ഛലേക്ക് എന്താ പറയുക അച്ചീവ് ചെയ്തു അങ്ങനത്തെ. സോ താങ്ക് യു. ഒരാൾ പറയട്ടോ. ഇത്രയും നാളത്തെ ക്ലാസ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് പാട്ടൊക്കെ വെച്ചിട്ട് ക്ലാസ്സിൽ കയറിയത്. സാറ് രാവിലെ തന്നെ ഫുൾ എനർജി രാവിലെ തൊട്ട് തന്നെ എനർജി ഫുള്ള് സെറ്റ് ആയിരുന്നു. അതൊന്നും പിന്നീട് ഇപ്പോ എല്ലാ ക്ലാസ്സസിന്റെ ഇടയിൽ അവർ കയറി പാട്ട് പാടാൻ അങ്ങനെയുണ്ടായിരുന്നു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് പാട്ടിന്റെ സെഷൻ അങ്ങനെയൊക്കെയായിരുന്നു. ഇത് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഒരു സെഗ്മെന്റ് കഴിഞ്ഞ അപ്പത്തേക്ക് സാർ പറഞ്ഞു എന്താ ഒരു ചാടിയ ഡാൻസ് ബനാന ഡാൻസ് വരും. ഇവിടെ അത് കാണുമ്പോഴത്തേക്ക് എല്ലാവരും ചാടി എണീറ്റ് പറയും. ഭയങ്കര എന്താ പറയാ മൂടന്നെ മാറി ക്ലാസ്സിന്റെ എല്ലാവരും ഭയങ്കര എല്ലാവരും ചിരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ എന്നാലും എല്ലാവരും പോവാന്നുള്ളൊരു സങ്കടമുണ്ട്. സെൻസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ നീ കാണില്ല ചിലപ്പോ കുറെ കാലം കഴിഞ്ഞിട്ട് കാണുന്നതൊരു സങ്കടമുണ്ട്. ശരിയാ. ആ പാട്ട് രാവിലെ വരുമ്പോൾ പാട്ട് കേട്ടിട്ടാ പറഞ്ഞത് ക്ലാസ്സിൽ കയറാൻ തന്നെ ഒരു എന്താ ആവേശമാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോർമൽ വരും ബേസ് ചെയ്യും ഫാക്കൽറ്റിക്ക് വേണ്ടി ഫാക്കൽറ്റി ഒന്ന് റെഡിയായി വരുന്നു അങ്ങനെ. ഇത് ഫുൾ പോസിറ്റീവ് വൈബ്സ്. വരുമ്പോൾ തന്നെ പാട്ട് ഗാനമേള വേറെ പിന്നെ ലഞ്ച് ബ്രേക്കിൽ കഴിഞ്ഞ് വരുമ്പോഴും പാട്ട് ക്ലാസ് എന്താ ഒരു ആവേശമാണ്. അതെനിക്ക് ആ ബനാന തുറന്ന് കാണുമ്പോൾ എന്താ പറയാ ഒരു മനസ്സിലൊരു പേടി ഇടിച്ചെടുക്കാൻ വേണ്ടി. പിന്നെ സാർ പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഷുവർ ആക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നത് ഗോൾസ്. അത് ആക്ച്വലി എനിക്ക് ഞാൻ ഇതുവരെ എന്താ ചിന്തിക്കാത്തത് ഞാൻ ചിന്തിച്ചു പോയി ആ സാധനം കേട്ടപ്പോൾ. അത് ആക്ച്വലി അത് അടിപൊളിയാണ്. സാധനമൊക്കെ എന്താ പറയുക എഴുതി വെക്കുക. ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യാം ഒരു ഡയറി വാങ്ങിക്കാൻ സ്പോർട്സ് അനാലിസിസ് ആയാലും നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. വീണ്ടും നമുക്ക് റീതിങ്ക് ചെയ്യാം. ലൈക്ക് 15th ഡേയിൽ ഇത് എനിക്കൊന്ന് നമ്മൾ 10th or 11th ഡേ ചെയ്ത് ചെയ്യാം. പക്ഷെ 15th ഡേയിൽ വരുമ്പോൾ
ഞാൻ എൻ്റെ സ്ട്രെങ്ത് വീക്ക്നെസ് ത്രെറ്റ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വിചാരിച്ചാൽ അത് 15th ഡേ ആയിട്ട് മാറി. അതിലൊരു ഗ്രോത്ത് ഞാൻ കണ്ടു. അപ്പം ആക്ച്വലി നല്ലതായിരുന്നു. സാറിൻ്റെ നല്ലൊരു ക്ലാസ് ആയിരുന്നു, ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ സാറിൻ്റെ ബുക്ക് മറ്റേ ഒരു ബുക്കില്ലേ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്, അതും ഞാൻ വായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. റീസൺ എന്താ അത് മേടിക്കാനുള്ള റീസൺ? ആ ബുക്ക് മേടിക്കാനുള്ള റീസൺ? ആ ബുക്കിന്റെ പേര് എന്ത് അടിപൊളിയല്ല, സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ്. എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസിലേക്ക് പോകണം എന്നാണോ ആഗ്രഹിക്കുക. അപ്പൊ നമ്മൾ മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പായിട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വായിച്ചു. താങ്ക് യു. ഓക്കെ. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ പാട്ട് പഠിച്ചില്ല. പക്ഷെ പാടിയപ്പോൾ ചിലവർ പറഞ്ഞു കാരണം 13 ദിവസം എന്നോട് കുറെ ആൾക്കാർ നിർബന്ധിച്ചു പാട് പാട് പാട്. പക്ഷെ ഇന്ന് അധികം ഒന്നും നിർബന്ധിച്ചിട്ടില്ല, ഞാൻ ഓക്കെ പറഞ്ഞിട്ട്. അത് ഇന്ന് അത്രയും അടിപൊളി ക്ലാസ് ആയിട്ടാണ്. സത്യമായിട്ടു പിന്നെ ഏത് ഗെയിമും ഏത് ആക്ടിവിറ്റി വരികയാണെങ്കിലും ചാടി കയറി നിൽക്കുക, അതൊക്കെ ചാടി ചാടി നിൽക്കുക. അല്ലെങ്കിൽ ആരുടെ നിർബന്ധിച്ചാൽ വെച്ചിപ്പോ മറ്റേത് ആരും തന്നെ നീക്കും. ഓക്കെ. ഞാനിവിടെ ആദ്യമായിട്ട് ഡാൻസ് കളിക്കുന്നത്. ആദ്യത്തെ ദിവസം ഞാൻ എങ്ങനെ ഇരുന്നു പറഞ്ഞ എല്ലാവർക്കും അറിയാം. ഭയങ്കരമായിട്ട് വരച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ആരെങ്കിലും ടീച്ചർ ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചർ അതിലൊരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറവായിരുന്നു. വർത്തമാനം പറയാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടി ഡെവലപ്പായി എൻ്റെ കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്നുണ്ട് തോന്നി. പിന്നെ ഈ 2 ദിവസത്തെ ക്ലാസ് കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട പോലെയൊക്കെ തോന്നി. എന്തിന് വേറെ കയറി വരാൻ തോന്നി. ക്ലാസ് കൊണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു സംശയപ്പെട്ട ഹാറ്റ്സ് ഓഫ് യു പീപ്പിൾ. അതന്നെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് വരുമ്പോൾ വേറെ എവിടെ ഇല്ലാത്തതിനേക്കാളും ഒരു വൈബ് ടീം ഓൾറെഡി എപ്പോഴും കാലിക്കറ്റ് തന്നെ വരാറ്. അതറിയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് വന്നു ചേരുന്നത് ഞാൻ പലപ്പോഴും പല ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ കാലിക്കറ്റിലെ ഓഫീസിൽ വരാൻ വന്നു കഴിഞ്ഞാൽ അതിനൊരു എനർജി വേറെയാണ്. And now I have to recognize some people. The first one is none other than the leaders of the team. Please stand up. നിങ്ങൾ എവിടെ നേടിയായിക്കോട്ടെ, എത്ര പോയിന്റ് നേടിയിക്കോട്ടെ, ഒരു സംശയമുണ്ട്. These leaders are ready. ഒരു സംശയമുണ്ടാവും. ആ 3 ടീമിന്റെ ലീഡർമാർക്ക് മാറുന്ന ഒരു നല്ലൊരു കാര്യം ഇത് നമുക്കറിയാം. നമ്മുടെ പാട്ട് പാടാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവർ പ്രത്യേകം വിളിക്കുന്നത്. എന്നാലും വിളിക്കല്ലേ, കുറച്ച് വിളിക്കാം. പാട്ട് പാടാൻ വന്നിട്ടുണ്ട്. മിഷാല് മിഷാല് ഇത് നമുക്കറിയാം. നമ്മുടെ ആ സ്റ്റിക്ക് ആക്ടിവിറ്റി ഉണ്ട് അല്ലേ, സ്റ്റിക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് 3 പേര് വന്നിരുന്നു അല്ലേ. അവരുടെ പിന്നെ നമുക്കറിയാം ചിരിക്കാൻ വേണ്ടി ഒരു 3 ചിരിക്കുടുക്കൾ വന്നിരുന്നു അല്ലേ. ഇത് നമുക്കറിയാം നമ്മുടെ ഐറ്റം ഡാൻസിന് വേണ്ടി ഒരു പാരഡൈസ് ഇൻക്ലൂഡ് കൊണ്ടുവരുന്നത് അവസാനത്തെ അല്ലേ ആ റൊമാൻറ്റിക് സോങ്, കപ്പിൾ ഡാൻസ്, പേഴ്സ്, 3 പേഴ്സ് എല്ലാം എങ്ങോട്ടോ കൊണ്ടുപോയിട്ട് നന്നായിട്ട് 3 പേര് 3 പേര് നല്ല കഴിയാവും. ആദ്യം നമുക്ക് ഈ പോയിന്റ് അവസാനിപ്പിക്കാം. ഏതാണ് നമ്മുടെ മേഖലയെ വിളിക്കാൻ നല്ല കൈ കൊടുത്തു. just for
Yes, let us clap. പെണ്ണ് Now the only one thing is remaining, that is the blue ball.